ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിക്ടബേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. ഈ ക്ലാസ്സിൽ വിക്ടബേർ ഊന്നി പറയുന്നത് ഈശോ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഈശോ എന്ന നാമത്തിൻ്റെ ശക്തി പിതാവായ ദൈവവുമായി ഒന്നായിരിക്കുന്നതാണ്. പിതാവും പുത്രനുമായിട്ടുള്ള ആഴമായ ബന്ധം. ഈ ഈശോയെ നമുക്കെങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ ആദ്യമേ ഈശോ പറയുന്ന കുറേ സൗഭാഗ്യങ്ങളുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോയുടെ ശിഷ്യന്മാരടുത്തെത്തി. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലമുകളിലേക്ക് കയറി. ഈ മലമുകളിൻ്റെ പ്രത്യേകത ആത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് ഒന്നായിത്തീരുക. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. മോശ ദൈവത്തെ ദർശിക്കുന്നത് മലമുകളിൽ വെച്ചാണ്. മോശ ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്ന മലമുകളിൽ വെച്ചാണ്. ഇവിടെ നമ്മൾ കാണുന്നു ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നതും ഈശോയുടെ പിതാവുമായിട്ടുള്ള സംഭാഷണങ്ങൾ കൂടുതലും മലമുകളിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആത്മാവിൽ മലമുകളിലേക്ക് കയറണമെങ്കിൽ ഈശോ കുറേ കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിൽ പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈ ആത്മാവിൻ്റെ ദാരിദ്ര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തെ ആഗ്രഹിക്കുമ്പോൾ, സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ജനിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിൻ്റെ ദാരിദ്ര്യം ഉണ്ടാകുക. എത്ര ലഭിച്ചാലും നമുക്ക് കൊതി തീരാത്ത ഒരു സംഭവമാണ് ദൈവരാജ്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സ്വർഗരാജ്യം, എന്താണ് ദൈവരാജ്യം. ആ ഈശോ തന്നെയാണ്. ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ നന്മയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സ്വർഗരാജ്യം നമ്മളിൽ സ്ഥാപിതമായി. ഈ ആത്മാവിൻ്റെ ദാരിദ്ര്യം തന്നെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 1-2 തിരുവചനത്തിൽ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. നമ്മൾ എത്ര പഠിച്ചാലും എത്ര ഹൃദ്യസ്ഥമാക്കിയാലും നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വചനമാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം, ആത്മാവിൻ്റെ എളിമ. ഈ ഒരു എളിയ മനോഭാവം പരിശുദ്ധ മറിയം സ്വീകരിച്ചപ്പോഴാണ് ആ ദൈവപുത്രൻ ഈശോ മറിയത്തിൽ വന്ന് വസിക്കുക. ആ മറിയത്തിലൂടെ ലോകത്തെ മുഴുവൻ സർവശക്തനായ ദൈവം തിരിച്ചു വയ്ക്കുന്നത് നമ്മൾ കാണുന്നു. മറിയത്തിൽ ഒരൊറ്റ വാക്ക്, യേസ് എന്ന വാക്കിലൂടെ ലോകം മുഴുവൻ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവപുത്രനെ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ദാരിദ്ര്യം നമ്മൾ സ്വന്തമാക്കണം. അതിനുശേഷം ഈശോ പറയുകയാണ്, ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമൃദ്ധി ലഭിക്കും. ഈ വചനങ്ങൾ നമ്മൾ ഓരോന്നെടുത്ത് ധ്യാനിക്കുമ്പോഴും അതിൻ്റെ എല്ലാം ഉള്ളടക്കം ഈ ദൈവപുത്രനായ ഈശോ തന്നെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ വചനം നമുക്കറിയാം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആ ഒരൊറ്റ വചനത്തെ കൂടെ വിശുദ്ധ ഫ്രാൻസിസ് ലോകം മുഴുവൻ അറിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസിസിയായി മാറി. അദ്ദേഹം ദാരിദ്ര്യത്തെ പ്രാപിച്ചുകൊണ്ട് സമാധാനം ഭൂമിയിൽ സ്ഥാപിച്ച വ്യക്തിയാണ്. 3-ാം ക്രിസ്തുവെന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസി ക്രിസ്തുവിൻ്റെ ഈ വചനത്തിൻ്റെ മൂല്യങ്ങൾ ഓരോന്നും അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയിരുന്നു. ആ വചനത്തെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഈശോയുടെ ഈ വചനത്തിൻ്റെ രഹസ്യം. അപ്പോൾ നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുവാനായിട്ട് വിക്ടബേറിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് ശ്രമിക്കാം. നമ്മളിത് ആത്മാവിൽ ശ്രവിക്കുമ്പോൾ വിശ്വാസപൂർവം ഈ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഈശോ വന്ന് നമ്മൾ വാസമർപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ആത്മീയ മനുഷ്യരും ജഡിക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ
ആ കർത്താവിൻ്റെ കൃപ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഈവിൾ സ്പിരിറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ ശ്രവിച്ചു. അതിനുശേഷം വിക്ടർ പറയുകയാണ്, നമ്മളല്ല, കർത്താവിൻ്റെ കൃപയാണ് പ്രവർത്തിക്കുന്നത്. 1 കൊരിന്ത്യർ 15:10 ഈ വചനം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാണാതെ പഠിക്കണം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. കൃപ യേശുവാണ്. ആ കൃപയിലേക്ക് നമ്മൾ വരണം. വെളിപാടിൻ്റെ പുസ്തകം 19:13 വചനം യേശുവാണ്. ഈ വചനം ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവം തന്നെയാണ് ഈശോയും. യോഹന്നാൻ 1:18, 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ഈശോയിൽ അടങ്ങിയിരിക്കുകയാണ്. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാണ്. സകല ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഇരിപ്പിടം ഈശോയിലാണ്. കൊളോസസ് 2:3-4 8 ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം ഈശോയിലാണ്. ഈശോയെ വിവരിക്കുവാൻ സാധ്യമല്ല. അതാണ് ജ്ഞാനം 7:22-30 വരെയുള്ള വചനം. ദൈവരാജ്യത്തിലെ രഹസ്യങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണം. മെൽക്കിസദേക്ക് ആരാണ്? ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്. അതെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ തന്നെയാണ് ഈശോയും വന്നത്. ഹെബ്രായർ 7:1-3 വരെ. മെൽക്കിസദേക്കിന് അപ്പനില്ല, അമ്മയില്ല, വംശപരമ്പരയില്ല. ഇതുപോലെയുള്ള അനേകം കാര്യങ്ങൾ നാം കണ്ണുമടച്ച് വിശ്വസിക്കണം. അബ്രഹാം എല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചു. ഇതുപോലുള്ള വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് ദൈവം നമ്മിൽ ശക്തമായി പ്രവർത്തിക്കുന്നത്. വിശ്വാസം വരണമെങ്കിൽ കൽപ്പനകൾ പാലിക്കണം, വചനം കേൾക്കണം. ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെല്ലാം മായം ചേർക്കാതെ പാലിച്ചാൽ ദൈവം അനേകം അനുഗ്രഹങ്ങളാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിയമാവർത്തനം 28:1-15 വരെ. ഇപ്പോൾ എല്ലാവരും മായം ചേർത്താണ് കൽപ്പനകൾ പറയുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവവചനത്തിൽ മായം ചേർക്കരുതെന്ന്. 2 കൊരിന്ത്യർ 2:17 നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് പോയി തിരിച്ചും മറിച്ചും പറയും. പക്ഷേ വചനം അങ്ങനെ പറയാനുള്ളതല്ല. വചനം വചനമായി ആത്മാവിൽ എടുക്കുമ്പോൾ ദൈവീക ജ്ഞാനം വരും. 2 പത്രോസ് 1:20-21 ഇതൊന്നും അനേകർക്ക് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പുതിയ നിയമം നമ്മൾ ആദ്യം എടുക്കുന്നത്. പുതിയ നിയമം മുഴുവനും ഈശോയാണ്. ബൈബിളിലെ ഓരോ വചനവും പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി ദൈവീക മനുഷ്യർ സംസാരിച്ചതാണ്. അതുകൊണ്ട് ഇതൊന്നും ബുദ്ധിയിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്നാൽ പോരാ, നാം ശക്തി പ്രാപിക്കണം. റോമ 14:17 കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയിലും സമാധാനത്തിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 2 കാണാതെ പഠിച്ചിരുന്നാൽ പോരാ. 1 കൊരിന്ത്യർ 2:11 നിങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കണം. ആത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നായിത്തീരും. 1 കൊരിന്ത്യർ 6:17 ദൈവവുമായി ഒന്നായി തീരണമെങ്കിൽ 4 വർഷം വേണം. 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെയാണ്. 2 പത്രോസ് 3:8 ജോബ് 32:7 അടുത്ത ആഴ്ചയിൽ വരുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ജോബിൻ്റെ പുസ്തകം വായിച്ചിട്ട് വരണം. കാരണം സഹനം എന്താണെന്ന് പഠിപ്പിക്കുവാനാണ്. വചനം കേൾക്കുമ്പോൾ ജോബിൽ കൂടി ഒരു കൃപ വരും. ജോബിൽ കൂടിയുള്ള കൃപ വരുമ്പോൾ അത് സഹനത്തിൻ്റെ കൃപയായിട്ട് മാറും. ജോബ് 23:10-14 വരെ. ജോബ് 32:7 ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ്, നിങ്ങൾ പ്രായം കൂടി വരും. അതിനാൽ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ ചിന്തിച്ചു, പ്രായം സംസാരിക്കുകയും പ്രായാധിക്യം ജ്ഞാനം പകരുകയും ചെയ്യട്ടെ എന്ന്. അതുകൊണ്ട് കൊല്ലങ്ങളോളം നാം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. യോഹന്നാൻ 3:3-3:5 ഈശോ ഒരു ഉപമ പറയുകയാണ്. ലൂക്ക 13:8-9 4 വർഷം ശക്തമായിട്ടിരിക്കുമ്പോഴാണ് കൃപ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പോയി 50 വർഷം പഠിക്കുക, പക്ഷെ കർത്താവിൻ്റെ കൃപയിൽ വരികയില്ല. ഈശോയെ കാണുന്നത് ബുദ്ധിയിലായിരിക്കും. യേശുവിൻ്റെ പടം വരച്ചിട്ട് കയ്യിൽ അമ്പും വില്ലും കൊടുക്കും. മാതാവിനെ ചട്ടയും മുണ്ടും മുടിപ്പിച്ച് കയ്യിൽ ഓലക്കുടയും കൊടുക്കും. ഇങ്ങനെയെല്ലാം മാറ്റിമറിക്കും. ദൈവവചനത്തെ ഒരിക്കലും മാറ്റിമറിക്കരുത്.
വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും എടുത്തു മാറ്റുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി പലതരത്തിലും അവൻ അഭിനയിക്കും. 1 തിമോത്തി 6:3-5 വരെ, ആരെങ്കിലും ബൈബിൾ തർക്കിക്കുവാൻ വന്നാൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്, അവൻ കൃപയിലല്ല. റോമ 11:6. ഇതെല്ലാം അറിഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങളും വചനം വെച്ച് തർക്കിക്കുവാൻ പോകുമായിരുന്നു. കൃപയിൽ വന്നാൽ നിങ്ങൾ ആത്മീയ ശക്തരാകും. അപ്പോൾ എല്ലാം അറിയാൻ സാധിക്കും. ഹെബ്രായർ 5:12-14 വരെ. ഇത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജാണ്. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള കഴിവ് വരണമെങ്കിൽ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുവാൻ സമയം ആകണം. ഇതിന് 4 വർഷമെടുക്കും. 4 വർഷം കഴിയുമ്പോഴാണ് ആത്മാവിലുള്ള വിവേചന ശക്തി വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ഈശോയിൽ അടങ്ങിയിരിക്കുന്നു. വചനം ഈശോയാണ്. വെളിപാട് 19:13 പറയാണ്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈശോ എന്ന നാമം ദൈവവചനമെന്നാണ്. ആ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച ഈശോ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ പീഡാസഹന വേളയിൽ ആ പീഡാസഹനത്തിലൂടെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കി ആ ദൈവവചനത്തെ ഈശോ സ്വീകരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ആദിയിലുള്ള ഒരു വചനമുണ്ടായിരുന്നു. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും, നീ അവൻ്റെ തല തകർക്കും, അവൻ നിൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആ ഈശോയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ രക്തത്തിൽ മുക്കിയ മേലങ്കി ഈശോ ധരിക്കണമായിരുന്നു. ദൈവപുത്രൻ അത് സ്വീകരിക്കുമ്പോഴാണ് സാത്താൻ്റെ തല തകരുന്നത്. അത്രമാത്രം ദൈവം എളിമപ്പെടുകയാണ്. ദൈവം ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. മനുഷ്യനായി ദൈവം പിറക്കുന്നതാണ് നമ്മൾ കാണുക. വചനം ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഈശോ തന്നെയായ ഈ വചനം, സൃഷ്ടാവായ ദൈവം, ആ ദൈവമാണ് മനുഷ്യനായി മാറിയത്. ഈ ദൈവം തന്നെയാണ് ഈശോയും. യോഹന്നാന്റെ സുവിശേഷം 1:18 പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടെ വെളിപ്പെടുത്തിയത് എന്നാണ് വചനം പറയുക. പിതാവുമായിട്ടുള്ള ഗാഢബന്ധം പുലർത്തിയ ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഈ പിതാവുമായിട്ടുള്ള അഗാധമായ ബന്ധം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22 അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഒരു ആഴമായ ബന്ധം നമ്മൾ കാണുന്നുണ്ട്. കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ മകനെ മലയിലേക്ക് ബലി കഴിക്കുവാൻ കൊണ്ടുപോകുമ്പോഴും ആ പിതാവ് സ്വപുത്രനെ ബലിയാടാക്കുവാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ പിടച്ചിലുകൾ നമുക്ക് മനുഷ്യ മനസ്സിന് വിവരിക്കാൻ കഴിയാത്ത അത്ര നിഗൂഢമാണ്. അതുപോലെ തന്നെ ഈ സ്വപുത്രനുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന ആ പിതാവിൻ്റെ രഹസ്യമാണ് ഈശോ. 1 കൊറിന്തോസ് 1:24 ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും ഈശോയിൽ അടങ്ങിയിരിക്കുന്നു. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 17 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോയും പിതാവുമായിട്ടുള്ള ഗാഢമായ ബന്ധം. അതുപോലെ തന്നെ ഈശോ ആത്മാവിൽ ആനന്ദിച്ച് സന്തോഷിച്ചുകൊണ്ട് പറയുന്നൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 11 25-30 വരെയുള്ള വചനത്തിൽ, പിതാവേ, അവിടുന്ന് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. അതേ പിതാവേ ഇതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. സകലതും പിതാവ് പുത്രൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് ആരെന്ന് പുത്രന് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഈ ഈശോയെ അറിഞ്ഞ് ചെല്ലുമ്പോഴാണ് നമ്മൾ പിതാവിനെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെ മാറ്റി നിർത്തിയാൽ നമ്മൾ യഥാർത്ഥ ക്രൈസ്തവനല്ല. 1 യോഹന്നാൻ 4 പറയുന്നുണ്ട്, 1 മുതലുള്ള തിരുവചനത്തിൽ, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ ഏറ്റുപറയാത്തവന് പിതാവുമില്ല എന്നാ പറയുക.
മനുഷ്യ ശരീരം ധരിച്ചു വന്ന ആ ഈശോയെക്കുറിച്ചും പരിശുദ്ധ മറിയത്തെക്കുറിച്ചും എല്ലാം യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ആത്മാക്കളെ നമ്മൾ വിവേചിച്ചറിയണം. ഈശോയെ നമ്മൾ ഏറ്റുപറയുമ്പോൾ പുത്രനെ തന്നെയാണ് ഏറ്റുപറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസൊക്കെ പറയുക, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് അദ്ദേഹം ആഴമായി ചിന്തിച്ചപ്പോൾ ആ ഈശോയെ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ വെളിപ്പെടുത്തി കിട്ടുക. അതുകൊണ്ടാണ് വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ആ ഈശോയാകുന്ന ഒരൊറ്റ വഴിയിലൂടെ, ആ പീഡാസഹനത്തിലൂടെ മാത്രമേ മനുഷ്യരായ നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ആ ഒരു ജീവിത വിശുദ്ധി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ദൈവം കെരൂബുകളെ കാവൽ നിർത്തുകയാണ്. എന്നിട്ട് എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാള് അവിടെ സ്ഥാപിച്ചു. ഈശോയാകുന്ന ആ വാള്, പരിശുദ്ധ കുർബാനയാകുന്ന സ്വയം ബലിവസ്തുവായി ഓരോ നിമിഷങ്ങളിലും നമ്മോടുകൂടിയായിരിക്കുന്ന ആ ഈശോ സ്വശരീര രക്തങ്ങൾ നമ്മൾ പശ്ചാത്താപത്തോടും വിനയത്തോടും കൂടി സ്വീകരിക്കുമ്പോൾ നമ്മളെയും ആ വാളിലൂടെ അവിടുന്ന് പ്രവേശിപ്പിക്കും. അതുകൊണ്ടാണ് ശുദ്ധീകരണം. ഈ വാള് വഴി നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ട് വരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ആ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ, ഭൂമിയിലുള്ള നമ്മുടെ ശുദ്ധീകരണ സ്ഥലമാണ് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ പീഡകൾ, അത് നമ്മൾ സന്തോഷപൂർവ്വം ക്രിസ്തുവിൽ സ്വീകരിക്കുമ്പോൾ അത് എല്ലാം നിസ്സാരമായിട്ടെടുക്കുവാൻ സാധിക്കും. ഈശോ പറയുന്നില്ലേ, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോയുടെ നുകം പിതാവുമായിട്ടുള്ള ഗാഢബന്ധമാണ്. ഈശോയുടെ നുകം സ്നേഹമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത മുഴുവനാണ് ഈശോയുടെ നുകം. ഈ നുകം വഹിക്കാൻ മനുഷ്യരായ നമുക്ക് എപ്പോഴാണ് എളുപ്പമാകുന്നത്? ഈശോയെ സ്വന്തമാക്കുമ്പോഴാണ്. പ്രഭാഷൻ്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ്. ഇതിൽ പറയാണ്, ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ നുകം എടുത്തു മാറ്റുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനത്തിൽ വലിയൊരു രഹസ്യം പറയുന്നുണ്ട്. ക്രിസ്തു സൃഷ്ടിയുടെ മകുടം. 14 മുതലുള്ള തിരുവചനം നമ്മളൊന്ന് വായിച്ചാൽ, അവനിലൂടെയാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി. ഇതിലെന്താണ് പറയുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ക്രിസ്തു. എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. ഈ ഈശോയിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഈശോയുടെ ഈ വചനങ്ങളൊക്കെ കൂടുതൽ ഏറ്റവും മാധുര്യമേറിയ വചനമാണ്. നമുക്ക് എത്ര വായിച്ചാലും മതിവരാത്ത ദൈവീക രഹസ്യത്തിൻ്റെ കലവറയാണ് ക്രിസ്തു സൃഷ്ടിയുടെ മകുടം. സകല സൃഷ്ടികളും അവിടുത്തെ സേവിക്കേണ്ടിയിരിക്കുന്നു. സകല സൃഷ്ടികളും ഈശോയിലൂടെ കടക്കേണ്ടിയിരിക്കുന്നു.
മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രേക്ഷിത ദൗത്യമാണ്. എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ് ഈശോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ദൈവിക രഹസ്യങ്ങൾ, ഈശോയാകുന്ന ആ സത്യരഹസ്യത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും ഈശോയിലൂടെ ഓരോ വചനങ്ങളും നമ്മൾ അനുസരിക്കുവാനും സങ്കീർത്തനം 119-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ വചനത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിയുന്നു, അങ്ങയുടെ വചനം അനുസരിക്കാൻ വേണ്ടി അതിരാവിലെ ഞാൻ എണീക്കുന്നു എന്നെല്ലാം സങ്കീർത്തകൻ പറയണമെങ്കിൽ അദ്ദേഹം ഈ വചനത്തെ തീക്ഷ്ണമായിട്ട് അഭിലഷിച്ചു. അപ്പോൾ നമ്മൾ കണ്ടു ഈ വചനം നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ആ വചനത്തിൽ ഒരിക്കലും മായം ചേർക്കാൻ പാടില്ല. ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോ. കൊളോസ്സസ് 2:3-4 വാക്യവും ഇതിൽ പറയണം, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും എല്ലാ നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്, ഈശോയിലാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് പറയുകയാണ്. ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോ. ഈശോയെ വിവരിക്കുവാൻ സാധ്യമല്ല. ജ്ഞാനം 7:22-30 വരെയുള്ള തിരുവചനത്തിൽ അതിൽ പറയുന്നുണ്ട്, അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരക്തവും. ഈ ഓരോ വാക്യങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടും. രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഈ വിശുദ്ധീകരണം വചനം നമ്മളിൽ വന്ന് വസിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനങ്ങളെല്ലാം കൂടെ വായിക്കുകയും നമുക്കറിയാവുന്നതൊക്കെ നമ്മൾ തന്നെ ഇരിക്കുന്ന സമയത്തും നമുക്ക് അവസരം കിട്ടുന്ന സമയത്തും ഒക്കെ നമ്മൾ ചെല്ലുന്നത് നല്ലതാണ്. അതിൽ പറയണം, ദൈവരാജ്യത്തിലെ രഹസ്യങ്ങളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കണം. മെൽക്കിസദേക്ക് ആരാണ്? ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്. അതേ സാദൃശ്യത്തിനാണ് ഈശോയും വന്നത്. ഹെബ്രായർ 7:1-3 വരെ. മെൽക്കിസദേക്കിന് അപ്പനില്ല, അമ്മയില്ല, വംശപരമ്പരയില്ല. അപ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവിക കാര്യങ്ങൾ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ച് നിഷ്കളങ്കലായിരിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആന്തരിക അർത്ഥം ദൈവം നമുക്ക് വെളിപ്പെടുത്തുക. ഈശോ പറയുന്നില്ലേ, ഇവ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും എല്ലാം മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്. ആ ശിശു സഹജമായ ഹൃദയം വരുമ്പോൾ ദൈവിക ജ്ഞാനം നമ്മളിൽ വരും. ശിശു സഹജമായ ഹൃദയം നമ്മളിൽ വരുമ്പോൾ ദൈവിക വെളിപ്പെടുത്തലുകൾ, ദൈവാശ്രയ ബോധം, ഇതെല്ലാം നമ്മളിൽ വരുമ്പോഴാണ് ഈശോ പിതാവിലേക്കുള്ള വഴിയെക്കുറിച്ചും ഈശോയും പിതാവും പരിശുദ്ധാത്മമായ ത്രിത്വിക ദൈവത്തിൻ്റെ നിഗൂഢ സത്യങ്ങളും രഹസ്യങ്ങളും അവിടെ നമുക്ക് മനസ്സിലാക്കി തരിക. അബ്രഹാം എല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചു. ഇതുപോലെയുള്ള വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് ദൈവം നമ്മിൽ ശക്തിയായി പ്രവർത്തിക്കുന്നത്. വിശ്വാസം വരണമെങ്കിൽ കൽപ്പനകൾ പാലിക്കണം. ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ ഓരോ വചനങ്ങളും നമ്മൾ പാലിക്കണം. എങ്ങനെയാണ് ഈ കൽപ്പനകൾ പാലിക്കുക? ഓരോ വചനങ്ങളും നാവിനെ നിയന്ത്രിക്കുക, കണ്ണുകളെ നിയന്ത്രിക്കുക, ശരീരത്തെ നിയന്ത്രിക്കുക. ഇങ്ങനെ ഓരോന്നനുസരിച്ച് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ വചനം വരാൻ തുടങ്ങും. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഈശോയാകുന്ന ഈ നിധിയെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ജാഗ്രത നമ്മിൽ ഉണ്ടെങ്കിൽ ആ ഈശോ നമ്മിൽ വസിക്കും. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ശരിക്കും ഈ യുവാവ് അഥവാ യുവതി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ പ്രായമല്ല. ഈശോയുടെ വചനം നമ്മൾ അനുസരിച്ച് വരുമ്പോൾ നമ്മൾ എന്നും യുവാക്കന്മാരായിരിക്കും, യുവതികളായിരിക്കും. അവിടെ ചുളിവുകളോ കുറവുകളോ ഒന്നും വരാതെ സംരക്ഷിക്കപ്പെടുന്നത് ഈശോയുടെ വചനത്താലാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-30 വരെയുള്ള വചനത്തിലെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. വചനത്തിലൂടെയാണ് ചുളിവുകളും കുറവുകളും എല്ലാം മാറ്റി പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്, യുവാവാക്കി നമ്മളെ മാറ്റുന്നത്, യുവതിയാക്കി നമ്മളെ മാറ്റുന്നത് ഈ ദൈവവചനമാണ്. അതാണ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഈശോ എന്നും യുവാവാണ്.
പരിശുദ്ധ കന്യാമറിയം എന്നും യുവതിയാണ്, കന്യകയാണ്. കാരണം എന്താണ്? ആ യുവത്വം എന്നും നിലനിർത്തിക്കൊണ്ടു പോയതാണ്. നമ്മൾ വാർദ്ധക്യവും നരയും ബാധിക്കുന്ന എന്താണ്? വിദേശികൾ നമ്മുടെ മേൽ ഭരണം നടത്തുമ്പോൾ. ബാറൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിദേശികളായി മാറിയത്, പരദേശികളായി മാറിയത്? നമ്മൾ ആ ദൈവിക വചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് എന്നും നമ്മൾ നിർമ്മലരായി കാത്തു സൂക്ഷിക്കപ്പെടുമ്പോൾ ആ നിത്യത നമ്മളിൽ പൂർണ്ണമാകും, ആ പരിശുദ്ധി നമ്മളിൽ നിലനിൽക്കും. എന്നും നമ്മൾ യുവാക്കന്മാരും യുവതികളുമാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ മായം ചേർക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പരിപൂർണമായിട്ടുള്ള ഈശോയിലുള്ള വിശ്വാസം നമ്മളെ വർദ്ധിച്ചു വരും. അതിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പാത്രമാകും. നിയമാവർത്തനം 28-1-15 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ അതിലനേകം അനുഗ്രഹങ്ങളുണ്ട്. കൽപ്പനകൾ പാലിക്കുമ്പോൾ ദൈവം എല്ലാ തരത്തിലും അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ദൈവവചനത്തിൽ നമ്മൾ ഒരിക്കലും മായം ചേർക്കരുത്. കർത്താവിനോട് നമ്മൾ പരിപൂർണ വിശ്വസ്തത പുലർത്തണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. 2 തിമോത്തി 3:16 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന് ഒക്കെ ഉപകരിക്കുന്നു. ഇതുവഴി ആരാണ്? ദൈവഭക്തനായ ഒരു മനുഷ്യൻ. ദൈവഭക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാസനം, ശിക്ഷണം, പ്രഹരം എല്ലാം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ദൈവവചനം നമ്മളിലേക്ക് ആഴത്തിൽ വരണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നാൽ പോരാ, അത് ശക്തമായിട്ട് വരണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് വരിക? വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ ശക്തി ആർജിക്കും. വചനത്തിൽ ജീവിക്കുന്നതിലൂടെ നമ്മൾ ശക്തി ആർജിക്കും. കുദാശകളിലൂടെ നമ്മൾ ശക്തി ആർജിക്കും. അതുപോലെ ബ്രദർ പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ട് ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മൾ പോകണം. 1 കൊരിന്ത്യർ 2:11 തിരുവചനത്തിലും ഈ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ഒന്നായി തീരുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്, സഹനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്, ജോബിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ജോബിൻ്റെ സഹനങ്ങളെക്കുറിച്ച് മനസ്സിലാകും. ആ സഹനത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ വായിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടു 4 വർഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഈശോയോട് കൂടെ ആയിരുന്ന ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ദൈവിക രഹസ്യങ്ങളിലേക്ക് കടക്കും. നമ്മൾ ഒരിക്കലും ബുദ്ധിയിൽ ഈശോയെ കാണരുത്. ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ വരാനും ഈ ലോകത്തിൻ്റെ കൾച്ചറുകളും ഈ ലോകത്തിൻ്റെ പ്രബോധനങ്ങളും ദൈവിക കാര്യങ്ങളോട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ആ വചനത്തിൽ മായം ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആ കിട്ടിയ വിശ്വാസത്തിലും ചൈതന്യത്തിലും നമ്മൾ ജീവിച്ചു വന്നാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർന്ന് നിന്നാൽ നമുക്ക് ആ ചൈതന്യത്തിൽ വളരുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ കൃപാവരം നമുക്ക് ലഭിക്കുവാനും ക്രിസ്തുവിൻ്റെ നിഗൂഢ രഹസ്യം പരിശുദ്ധ മറിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദിവ്യ രഹസ്യങ്ങൾ മുഴുവന് ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച ആ പരിശുദ്ധ കന്യാമറിയത്തോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ ആദ്യത്തെ വചനം പൂർത്തിയാക്കിയത് പരിശുദ്ധ മറിയമാണ്. ഉൽപ്പത്തി 3:15 ആ വചനത്തിൽ മറിയം ദൈവത്തിന് പരിപൂർണമായിട്ട് കീഴടങ്ങി. ഒരു സ്ത്രീയിലൂടെ പാപം വന്നെങ്കിൽ ഒരു സ്ത്രീയിലൂടെ ആ പാപം എടുത്തു മാറ്റപ്പെടുന്നു എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്, അവൾ മൂലം ലോകം മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധ മറിയത്തിലൂടെ ആ ദൈവിക പുണ്യം ദൈവം വീണ്ടും തിരിച്ചെടുത്ത് അമലോത്ഭവയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദിവസങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആചരിച്ചു. മറിയമാകട്ടെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുക. ഈശോയുടെ ആ ദൈവപുത്രൻ്റെ പീഡാസഹനങ്ങളും കുരിശു മരണവും ആ ദൈവത്തിൻ്റെ വിരുന്ന്, തൻ്റെ ശരീര രക്തങ്ങളാകുന്ന വിരുന്ന് മനുഷ്യന് നൽകിക്കൊണ്ട്
ദൈവിക രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന് പരിശുദ്ധ മറിയത്തോട് നമുക്ക് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അമ്മേ മാതാവേ, ഈ വചനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ആക്കുവാനും അങ്ങയുടെ പുണ്യത്തിൽ വളരുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.